വെൽക്കം ടു ബിഗിൻ. അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് ഹൗ ടു ബി പ്രൊഡക്റ്റീവ്, നോട്ട് ടു ഫീൽ പ്രൊഡക്റ്റീവ്. ഞാൻ ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പലപ്പോഴും ഒരു പ്ലാൻ ഉണ്ടാക്കുമ്പോൾ, നമ്മളൊരു ഷെഡ്യൂൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് പ്രൊഡക്റ്റീവ് ആണെന്ന് നമുക്ക് തന്നെ തോന്നിയേക്കാം. എന്നാൽ നമ്മളിത് ലൈഫിൽ ആപ്ലിക്കബിൾ ആക്കുന്നുണ്ടോ, നമ്മുടെ ലൈഫിന് ഇത് പ്രോഗ്രസ് കൊണ്ടുവരുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കാറില്ല. നമ്മൾക്കൊരു ആശ്വാസം തോന്നുന്നത് മാത്രമാണ് ഇതിലൂടെ ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊരു പരിഹാരമായിട്ടാണ് ഈ 4 റൂൾസ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ സ്കെപ്റ്റിക്കലായിട്ട് ചിന്തിക്കുന്നതാണ്, ഇവൻ ആരാ ഇത് പറയാമെന്ന്. ഞാൻ ആരുമല്ല, ഞാനൊരു ജേർണലിസം സ്റ്റുഡൻ്റ് ആണ്. ഞാൻ അധികം ലൈഫിൽ അച്ചീവും ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ എൻ്റെ ലൈഫിൽ കൊണ്ടുവന്ന ചെറിയ മാറ്റങ്ങൾ എന്നെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തു. അപ്പോൾ ഇത് ഞാൻ ആൾക്കാർക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ റോൾ എന്ന് പറഞ്ഞാൽ പ്ലാനിങ് ആണ്. ഇത് വളരെ ക്ലീശയാണ്, എല്ലായിടത്തും നിങ്ങൾ കേട്ടിട്ട് കാണും. പക്ഷേ ഇതിൽ വരുത്തേണ്ട മാറ്റം എന്താണെന്നാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. അതായത് നിങ്ങളൊരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഡബിൾ ദ ടൈം വെക്കുക. അതായത് നിങ്ങളുടെ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു സബ്ജക്റ്റിന് 1 hour ആണ് വേണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു 2 hour എങ്കിലും ആ സബ്ജക്റ്റിന് വേണ്ടി മാറ്റി വെക്കുക. അല്ലെങ്കിൽ നിങ്ങളൊരു വർക്കാണ് ചെയ്യുന്നതെങ്കിൽ, ഒരു വീഡിയോ ആണ് എഡിറ്റ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങളുടെ മനസ്സിൽ അതിനൊരു 1 hour ആണെങ്കിൽ ഒരു 2 hour മാറ്റി വെക്കുക. ഇതിന് 2 കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന്, നമ്മുടെ ലൈഫ് വളരെ അൺഎക്സ്പെക്റ്റഡ് ആണ്. നമ്മുടെ വിചാരം നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കിയാൽ ഒരു 1 week ഫുള്ളായിട്ട് എനർജറ്റിക് ആയിട്ട് ഇരിക്കാമെന്നാണ്. അങ്ങനെയല്ല, നമുക്ക് പലപ്പോഴും പല ഡൗൺസ് ഉണ്ടാകാം, പല മൂഡ് സ്വിങ്സ് ഉണ്ടാകാം. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യം മറികടക്കാനാണ് നമ്മളെപ്പോഴും ഈ ഡബിൾ ടൈം വെക്കുന്നത്. രണ്ടാമത്തെ കാര്യം, നമ്മൾ മനുഷ്യർ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ കാര്യത്തിൽ തെറ്റ് വരാറുണ്ട്. അതായത് നമ്മളിൽ തന്നെ വളരെയധികം കോൺഫിഡൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു ടൈമിംഗ് വെക്കുമ്പോൾ ഡബിൾ ദ ടൈം വെക്കുക. രണ്ടാമത്തെ റോൾ എന്ന് പറയുന്നത് പ്രോസസ് സിമിലർ ടാസ്ക് അറ്റ് ദ സെയിം ടൈം. അതായത് മൾട്ടി ടാസ്ക് ചെയ്യാതിരിക്കുക. നമ്മുടെ സിനിമകളും മറ്റും നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്ന കാര്യമാണ് പല കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നതാണ് നമ്മുടെ ലൈഫിൽ പ്രൊഡക്റ്റീവ് എന്നത്. എന്നാൽ അങ്ങനെയല്ല, നമ്മൾ പല കാര്യങ്ങളും ഒരേ സമയം ചെയ്യുമ്പോൾ നമ്മുടെ ഫോക്കസ് ഒന്നിലേക്കും എത്തിക്കാൻ സാധിക്കാതെ വരുന്നു. അപ്പോൾ ഇതിനൊരു പരിഹാരമായി നമ്മൾ ചെയ്യേണ്ടത് ഒരേ തരത്തിലുള്ള കാര്യങ്ങൾ ഒരു ദിവസം ചെയ്യാൻ ശ്രമിക്കുക. ഇതിനായി ഒരു 3 ലേഔട്ട് ഉണ്ടാക്കുക. അതായത് കമ്മ്യൂണിക്കേഷൻ, ക്രിയേഷൻ ആൻഡ് മെയിൻ്റനൻസ്. ഇങ്ങനെ ഒരു ലേഔട്ട് ഉണ്ടാക്കി ഇങ്ങനെയുള്ള സിമിലർ കാര്യങ്ങൾ ഒരേ ദിവസം ചെയ്യുക. അതായത് കമ്മ്യൂണിക്കേഷൻ്റെ കാര്യം വരുവാണെങ്കിൽ, ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങളുടെ ഫാമിലിയെ വിളിക്കുന്നതും ഫ്രണ്ട്സിനെ വിളിക്കുന്നതും അങ്ങനെ കോൾസ്, ഇമെയിൽസ് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ ഒരു ദിവസം ചെയ്യുക. ഇപ്പോൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ്റെ കാര്യം വരുമ്പോൾ നിങ്ങളുടെ ക്ലയൻസുമായിട്ടുള്ള സംസാരങ്ങൾ, നിങ്ങളുടെ ബിസിനസ് സംസാരങ്ങൾ, ഇങ്ങനെയുള്ള സംസാരങ്ങളും കമ്മ്യൂണിക്കേഷൻസും എല്ലാം തന്നെ ഒരു ദിവസം ചെയ്യുക. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഫസ്റ്റ് കോൾ കുറച്ച് ഓക്വേർഡ് ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ച് പാടായിരിക്കും, നമ്മൾ അത്ര മോട്ടിവേറ്റഡ് ആയിരിക്കില്ല. എന്നാൽ സെക്കൻഡും തേർഡും കോൾ വരുമ്പോൾ നമ്മൾ വളരെയധികം മോട്ടിവേറ്റഡ് ആയിരിക്കും, നമുക്ക് സംസാരിക്കാൻ ഒരു ഇൻട്രസ്റ്റും കാണും. അപ്പോൾ അത് നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസും ചെയ്യുന്നതായിരിക്കും. രണ്ടാമത്തെ ലേഔട്ട് എന്ന് പറയുന്നത് ക്രിയേഷനാണ്. അതായത് നമ്മൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു ദിവസം മാത്രം സെലക്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ സാറ്റർഡേ ഒരു ക്രിയേറ്റീവ് ഡേ ആയിട്ട് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മോർണിംഗ് എടുക്കുന്ന ഒരു ഐഡിയ രണ്ടാമതായി ഉച്ചയാകുമ്പോഴത്തേനും ആ ഐഡിയ കുറച്ചുകൂടെ പ്രോഗ്രസീവ് ആകും. അപ്പോൾ നമ്മുടെ ക്രിയേറ്റീവ് കാര്യങ്ങളെല്ലാം ഒരു ദിവസത്തേക്ക് മാറ്റി വെക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്കൊരു പ്രോജക്റ്റ് ഉണ്ടാക്കണം, ഒരു അസൈൻമെൻറ്റ് ഉണ്ടാക്കണം, ഒരു പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ ഉണ്ടാക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ദിവസം തന്നെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എക്സോസ്റ്റഡ് ആകാതെ നിങ്ങളുടെ ഒരു ക്രിയേറ്റീവ് ഫ്ലോയിലേക്ക് അത് കൊണ്ടുവരും. മൂന്നാമത്തെ ലേഔട്ട് എന്ന് പറയുന്നത് മെയിൻ്റെനൻസ് ആണ്. അതായത് നിങ്ങളിപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങളുടെ അസൈൻമെൻറ്റ്സ് ഒക്കെ സബ്മിറ്റഡ് ആണോ, നിങ്ങളുടെ ടൈം ടേബിൾസ് ഒക്കെ ഒന്ന് സോർട്ട് ചെയ്യുക, നിങ്ങളുടെ എക്സാംസ് എന്നാണ് ചെക്ക് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ദിവസത്തേക്ക് മാറ്റുക. എന്നാൽ നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ എക്യുപ്മെൻറ്റ്സ്, നിങ്ങളുടെ ഡിവൈസ്, നിങ്ങളുടെ ഷോപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഒരു ദിവസത്തേക്ക് മാറ്റി വെക്കുക. ഇങ്ങനെ ഒരു 3 ലേഔട്ട് ഉണ്ടാക്കുന്നതോടെ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി പ്ലാൻ ഒരു ട്രാക്കിലാവുന്നതായിരിക്കും. മൂന്നാമത്തെ റൂൾ എന്ന് പറഞ്ഞാൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഹാവ് മോർ അൺഇൻറ്ററപ്റ്റഡ് വർക്ക് എന്നുള്ളത്. ഈ കോവിഡ് സിറ്റുവേഷനിലാണ് ഇത് വളരെയധികം സജസ്റ്റ് ചെയ്യുന്നത്. കാരണം ഇപ്പോൾ ഫ്രണ്ട്സും ഫാമിലീസും ഒക്കെ അടുത്ത് കാണും, കുറേ കോൾസ് വരും, കുറേ ഇൻട്രാക്ഷൻസ് വരും. അപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷൻ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്കൊരു എലോൺ ടൈം തീർച്ചയായിട്ടും ഉണ്ടാക്കാം. അതായത് നിങ്ങളൊരു വർക്ക് ചെയ്യുമ്പോൾ ഡിസ്ട്രാക്ഷൻ വരില്ലെന്ന് ഉറപ്പ് വരുത്തുക. അത് നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതായത് എനിക്ക് ഇത്ര ടൈം എലോൺ ആയിട്ട് വേണം എന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇത് നിങ്ങളുടെ വർക്കിനെ ഹെൽപ്പ് ചെയ്യുന്നത് മാത്രമല്ല, നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും സാധിക്കുന്നതാണ്. നാലാമത്തെ ഫൈനൽ റൂൾ എന്ന് പറയുന്നത് ഡോണ്ട് പുട്ട് ഓഫ് യുവർ ഡിഫിക്കൽട്ട് ടാസ്ക്. ഇത് ഞാനൊരു ടെക്നിക്കൽ ആസ്പെക്റ്റീവിലല്ല പറയുന്നത്. അതായത് ഡിഫിക്കൽട്ട് ടാസ്ക് എന്ന് ഉദ്ദേശിക്കുന്നത്, ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാത്സ് സബ്ജക്റ്റും, ഒരു വർക്കർ ആണെങ്കിൽ അയാളുടെ ഏറ്റവും പാടുള്ള ജോബും അല്ല. പക്ഷേ നമ്മളുടെ ഏറ്റവും ഡിഫിക്കൽട്ട് ടാസ്ക് എന്ന് പറയുന്നത് നമ്മുടെ ഡിഫിക്കൽട്ട് കമ്മ്യൂണിക്കേഷൻസ് ആണ്. അതായത് നമുക്കൊരാളോട് ഒരു ചെറിയ ദേഷ്യമുണ്ടെങ്കിലോ, നമുക്കൊരാളോട് ഒരു കാര്യം ഓപ്പണായി പറയണമെങ്കിലോ അത് തീർച്ചയായിട്ടും നേരത്തെ ചെയ്യുക. അത് പുട്ട് ഓഫ് ചെയ്താൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ,
നിങ്ങളുടെ വർക്കിനെ അത് ബാധിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റിയെ അത് ബാധിക്കും. ഇപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കുക, അല്ലെങ്കിൽ അത് എൻഡ് ചെയ്യുക. നിങ്ങൾക്ക് എൻഡ് ചെയ്യണം എന്നാണ് നിങ്ങളുടെ മനസ്സ് പറയുന്നതെങ്കിൽ അത് എൻഡ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഒരു വർക്കിൽ നിങ്ങളുടെ ഒരു ക്ലയൻറ്റുമായിട്ട് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അദ്ദേഹത്തോട് തുറന്നു പറയുക. ഇങ്ങനെ ചെയ്യുന്നതോടെ നിങ്ങളുടെ മനസ്സിലെ അല്ലെങ്കിൽ നിങ്ങളുടെ ഷോൾഡറിലുള്ളൊരു വലിയ വെയിറ്റാണ് മാറുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പ്രൊഡക്റ്റീവ് ആകാൻ സാധിക്കുകയും നിങ്ങളുടെ ലൈഫ് മച്ച് ബെറ്റർ ആവുകയും ചെയ്യുന്നു. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിലും ഒരു വർക്ക് ചെയ്യുന്ന ആളാണെങ്കിലും ഒരു ട്രാക്കിലെത്താതെ മെസ്റ്റപ്പ് ആണെങ്കിൽ ഈ പ്രൊഡക്റ്റീവ് ടിപ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് ഒക്കെ കമൻറ്റ് ബോക്സിൽ ഇടുക. സൈനിങ് ഓഫ്, പീക്ക് ഇട്ടു.